നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. ആത്മനാഥനെ പ്രതിയുള്ള ഹൃദയദാഹം മുഴുവനും തിരുസന്നിധിയെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ ധ്യാന മണിക്കൂറിലേക്ക് നമുക്ക് ഉൾപ്രവേശിക്കാം. നമുക്ക് മിഴികളടയ്ക്കാം. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മോട് ചേർന്ന് നിൽക്കുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ വസിച്ച് അതിരുകളില്ലാതെ നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ത്രിയേക ദൈവം, അവിടുത്തോടൊപ്പം നാം ചിലവിടുന്ന നിമിഷങ്ങളാണിത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിച്ച് അനന്തമായി നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ത്രിയേക ദൈവത്തിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയെയും നമുക്ക് തിരിക്കാം. ബാഹ്യേന്ദ്രിയങ്ങളോടൊപ്പം ബുദ്ധിയും ഭാവനയും എല്ലാ ഇച്ഛാശക്തികളും അവിടുന്നിൽ നമുക്ക് ഏകാഗ്രമാക്കാം. ത്രിയേക ദൈവം തന്നെ തന്നെ അതിൻ്റെ പരമോന്നതയിൽ വെളിപ്പെടുത്തിയ പരിശുദ്ധ നാമം, ഏറ്റവും മാധുര്യമേറുന്ന യേശുനാമം. ഈ നിമിഷങ്ങളിൽ ആ തിരുനാമത്തിൻ്റെ അപദാനങ്ങളെ ഏറ്റുപാടിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കൂടുതൽ ഏകാഗ്രമാക്കാം. യേശുനാമം ഭജേ, ശ്രീ യേശുനാമം ഭജേ. യേശുനാമം ഭജേ, ശ്രീ യേശുനാമം ഭജേ. യേശുരൂപം ഭജേ, യേശുരൂപം ഭജേ. യേശുരൂപം ഭജേ, ശ്രീ യേശുരൂപം ഭജേ. യേശുനാദം ഭജേ, ശ്രീ യേശുനാദം ഭജേ. യേശുനാദം ഭജേ, ശ്രീ യേശുനാദം ഭജേ. യേശു സ്നേഹം ഭജേ, ശ്രീ യേശു സ്നേഹം ഭജേ. യേശു സ്നേഹം ഭജേ, ശ്രീ യേശു സ്നേഹം ഭജേ. യേശു പാദം ഭജേ, ശ്രീ യേശു പാദം ഭജേ. യേശുപാദം ഭജേ, ശ്രീ യേശുപാദം ഭജേ. യേശുനാമം ഭജേ, യേശുനാമം, യേശുനാമം, യേശു
നാം ഏറ്റുപാടിക്കൊണ്ടിരുന്ന യേശുനാമം തീവ്രമായ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സുകളിൽ നമുക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം. കൂടുതൽ തീവ്രമായ സ്നേഹത്തോടെ ഈശോനാമം മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ തിരുമുഖം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈശോയുടെ തിരുനാമം ധ്യാനിച്ചും തിരുമുഖത്ത് നോക്കിയും അവന്റെ ചങ്കിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർന്നു വരുന്ന നന്ദിയുടെ ഭാവങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എത്രയോ വലിയ നന്മകളാണ് അവിടുന്ന് ഇന്നോളം ഈ ചെറിയ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ദാനമായി നൽകിയിട്ടുള്ളതൊക്കെയും ഈ നിമിഷങ്ങളിൽ അവിടുത്തെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. ദാനമായി തന്ന ഈ ജീവിതം അർഹത നോക്കാതെ, കുറവുകൾ കണക്കിലെടുക്കാതെ അവിടുന്ന് സമ്മാനിച്ച ഈ ജീവിതം കുടുംബം, വളർന്നു വന്ന സാഹചര്യങ്ങൾ, വളരുവാൻ അവിടുന്ന് ഒരുക്കിത്തന്ന അവസരങ്ങൾ, ദൈവവിളി, കടത്തിവിട്ട സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, നൽകിയ പാഠങ്ങൾ, ജീവിതത്തിലെ കഴിഞ്ഞുപോയ താളുകൾ മറിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന എല്ലാ ഹൃദയമുറിവുകളെയും മുറിവനുഭവങ്ങളെയും നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ മുറിവുകളും അനുഭവങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ ഹൃദയമുറിവുകൾ സർവ്വവും നിണമണിഞ്ഞ തിരുഹൃദയേ സമർപ്പിക്കുന്നു. ഒരു വേള അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും പശ്ചാത്താപത്തോടെ അവിടുത്തെ കാൽക്കളിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാ പാപച്ചായ്ച്ചലുകളെയും തഴക്കദോഷങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ കുറവുകളെയും നിറവുകളാക്കുന്ന, അസാധ്യതകളെയൊക്കെ സാധ്യതകളാക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക്
നമ്മിലെ കുറവുകളെന്നും ബലഹീനതകളെന്നും അനുഭവപ്പെടുന്ന എല്ലാ മേഖലകളെയും കുറവുകളെ നിറവുകളാക്കാൻ കഴിവുള്ള, അസാധ്യതകളെ സാധ്യതകളാക്കാൻ ത്രാണിയുള്ള നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്നോളമുള്ള ജീവിതത്തിൽ ഒരുപാട് വിജയ പരാജയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് നമ്മൾ. അവിടുന്ന് നൽകിയ എല്ലാ വിജയ അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവയെ സമർപ്പിക്കാം. ഒപ്പം തകർന്നു പോയ, വീണുപോയ, പരാജയപ്പെട്ടു പോയ അനുഭവങ്ങളെ, നീറുന്ന ഓർമ്മകളെ, അവയുമായി ബന്ധപ്പെട്ട് ഇന്നും മനസ്സിൽ പേറുന്ന സങ്കടങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടു നൽകാം. യേശുവേ, യേശുവേ, വിജയ തോൽവികളഖിലവും വിനയമോടെ തിരുസവിധി സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ, അനുദിന വ്യാപാരങ്ങളെ, കണ്ടുമുട്ടുന്നവരെ, ബന്ധപ്പെട്ടവരെ, ഉത്തരവാദിത്തങ്ങളെ എല്ലാറ്റിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് എല്ലാ ജീവിതാനുഭവങ്ങളെയും നമുക്ക് ഏറ്റുവാങ്ങാം, നന്ദിയോടെ സ്വീകരിക്കാം. യേശുവേ, യേശുവേ, ദാനമാമീ ജീവിതം സ്നേഹമോടെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്നേഹമോടെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്നേഹമോടെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആത്മനാഥനോട് സ്നേഹത്തിൽ ഒട്ടിയിരിക്കാൻ ഹൃദയം ആഗ്രഹിക്കുമ്പോഴും മനസ്സുകളെ അലോസരപ്പെടുത്തുന്ന എന്തൊക്കെയോ ചിലത് ഇനിയും നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുവാനുണ്ടാകാം. ഈശോയോട് സ്നേഹം പങ്കുവെക്കുന്നതിൽ നമ്മെ തടയുന്ന എല്ലാ ഓർമ്മകളെയും, ചിലപ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാകും. ചില പേരുകൾ ഓർമ്മയിൽ വരുന്നുണ്ടാകും. ചില അനുഭവങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയുന്നുണ്ടാകില്ല. എല്ലാ വ്യക്തികളെയും അവരുമായി ബന്ധപ്പെട്ട എല്ലാ നോവനുഭവങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പരിധിയില്ലാതെ ക്ഷമിക്കുവാൻ, ഒന്നും ഓർത്തുവയ്ക്കാതെ ക്ഷമിക്കാൻ. ക്ഷമ
ദൈവത്തിൻ്റെ ദാനമാണ്. അവിടുത്തെ കരങ്ങളിൽ നിന്നും ക്ഷമ നമുക്ക് ചോദിച്ചു വാങ്ങാം. ക്ഷമ നൽകേണ്ടതുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ അനുഭവങ്ങളെയും ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവിടുത്തെ തിരുരക്തത്താൽ അവരോരോരുത്തരും കഴുകപ്പെടാൻ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ മനസ്സുകളിലുള്ള എല്ലാ ദുഃഖഭാരവും ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരോട് ഓരോരുത്തരോടും ഈശോയുടെ നാമത്തിൽ നമുക്ക് ക്ഷമിക്കാം. അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരിക്കൽ കൂടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. ദൈവദർശനം അസാധ്യമാകുമാറ് ഇനിയും ക്ഷമയുടെ മേഖലയിൽ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഇനിയും ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്കൊന്ന് തിരിയാം. നമ്മുടെ നിലപാടുകളെ നമുക്കൊന്ന് നോക്കിക്കാണാം. എന്നോട് തന്നെ ക്ഷമിക്കാതെ, എന്നോട് തന്നെ നീതി കാണിക്കാതെ കുറ്റബോധത്തിന്റെ ആഴങ്ങളിൽ ഞാൻ മുങ്ങിപ്പോയ അവസരങ്ങൾ ഓർക്കാം. ഈശോ പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവളാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളെയും നൽകിക്കൊണ്ട് അവിടുത്തെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാം. മറ്റുള്ളവരോട് ക്ഷമിച്ചും സ്വയം ക്ഷമിച്ചും തിരുസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ കൂടുതൽ സ്നേഹത്താൽ നിറയപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം നമ്മിൽ വ്യാപരിക്കുന്നത് നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കാം. ഈ നിമിഷങ്ങളിൽ ദൈവവചനത്തിനായി നമുക്ക് കാതോർക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. കാണാതായ നാണയത്തിന്റെ ഉപമ. ഏതു സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം ശ്രവിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമുക്കൊന്ന് വിഭാവനം ചെയ്യാം. ഈശോയുടെ കാലത്ത് പാലസ്തീനായിലുള്ള ഒരു സാധാരണ വീട്, ഇടുങ്ങിയ ജനലുകളൊക്കെയുള്ള അത്തരമൊരു വീട്ടിൽ വളരെ വ്യഗ്രതപ്പെട്ട് കാണാതായ എന്തോ ഒന്നിനെ തിരയുന്ന ഒരു സ്ത്രീ. അവൾക്ക് ഒരു പക്ഷേ തന്റെ പിതാവിൽ നിന്ന് സ്വത്തായി ലഭിച്ചതോ തന്റെ അധ്വാനങ്ങളെല്ലാം ചേർത്ത് സ്വരുക്കൂട്ടി വെച്ചതോ ആയ 10 നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്.
അതിന്റെ വേദന അവളുടെ മുഖത്ത് പ്രകടമാണ്. എല്ലായിടത്തും പരതി. ഒടുവിൽ അത് നഷ്ടമായിട്ടുണ്ടാകാം എന്ന് കരുതുന്ന മുറിയിൽ അവൾ എത്തി നിൽക്കുകയാണ്. ഇടുങ്ങിയ ജനലിലൂടെ അധികം വെളിച്ചമൊന്നും അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഒടുവിൽ അവൾ മടുപ്പില്ലാതെ ഒരു വിളക്ക് കൊളുത്തി ആ വെളിച്ചത്തിൽ ആ മുറിയാകെ അടിച്ചു വാരുകയാണ്. അതാ പൊടിയിൽ പൂഴ്ന്നു കിടക്കുന്ന നാണയം. ആ നാണയം കണ്ടെത്തിയ അവളുടെ കണ്ണുകൾക്ക് സ്വർണത്തേക്കാൾ തിളക്കമുണ്ട്. ഉത്സാഹത്തോടെ അത് തേടി കണ്ടെത്തിയ അവൾ ഓടുകയാണ്, ചുറ്റുമുള്ളവരെ അതറിയിക്കാൻ. എല്ലാവരെയും വിളിച്ചുകൂട്ടി നഷ്ടമായ തന്റെ പ്രിയപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയത് ആഘോഷമാക്കാൻ. ഏറെ സുപരിചിതമായ രണ്ട് ദൈവിക സങ്കല്പങ്ങൾ പറഞ്ഞു വെക്കുന്നതിനിടയിലാണ് ഈശോ കാണാതായ നാണയത്തിന്റെ ഉപമ പറഞ്ഞത്. നഷ്ടപ്പെട്ട ആടുകളിലൊന്നിനെ തേടി 99നെയും വിട്ട് അലഞ്ഞ് ഒടുവിൽ അതിനെ കണ്ടെത്തി തോളിലേറ്റിയ നല്ല ഇടയന്റേതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ധൂർത്തനായ പുത്രൻ തിരികെ എത്തുമ്പോൾ അവനെ തന്റെ ചങ്കോട് ചേർക്കുന്ന സ്നേഹത്തിൽ ധൂർത്തനായ പിതാവും. നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കാറുള്ള ഈ രണ്ട് ദൈവസങ്കല്പങ്ങളുടെ ഇടയിൽ ഈശോ ചേർത്ത് വച്ച് തരികയാണ് നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുന്ന നല്ല അമ്മ. കാണാതായ ആടിന് തന്റെ ഇടയൻ അടുത്തെത്തുവോളം കരഞ്ഞ് നിലവിളിക്കാം. പന്നിക്കുഴിയോളം അധപതിച്ച ധൂർത്തനായ മകന് പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ ഒരു ഹൃദയമുണ്ട്. എന്നാലോ കാണാതായ നാണയത്തിന്റെ അവസ്ഥ, അതിന് സ്വന്തമായി സംസാരിക്കാൻ നാവില്ല. തന്റെ ഉടമസ്ഥയ്ക്കരികിലേക്ക് നടക്കാൻ കാലുകളില്ല. എന്നാൽ ഒരമ്മയുടെ സൂക്ഷ്മതയോടെ, ഉത്സാഹത്തോടെ, ഹൃദയ നോവോടെ തിരികെ എത്തുവോളം, കണ്ടെത്തുവോളം, വീണ്ടും സ്വന്തമാക്കുവോളം ദൈവം അങ്ങനെ ഒരു അമ്മയാണ്. ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്രയെത്ര അവസരങ്ങളിലാണ് ഈ അമ്മ സ്നേഹം എന്നെ തേടിയെത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ തന്നെ വീണുപോയ അവസരങ്ങൾ, പശ്ചാത്താപമില്ലാതെ വീണ്ടും വീണ്ടും ചെയ്തു പോയ പാപങ്ങൾ,
അവിശ്വസ്തതകൾ, തുറവിയില്ലാതെ, ഏറ്റുപറച്ചിലില്ലാതെ, പ്രത്യാശയില്ലാതെ ജീവിച്ചുപോയ നാളുകൾ. എങ്കിലും കരുണയോടെ, ഊഷ്മളമായ മാതൃസ്നേഹത്തോടെ എന്നെ തേടിയെത്തിയ ദൈവം. എത്ര വലിയ കാരുണ്യത്തോടെയാണ് എൻ്റെ നല്ലയമ്മ എന്നെ വീണ്ടും ചേർത്ത് പിടിച്ചത്, കൃപാവരത്തിൻ്റെ പാലൂട്ടിയത്. ഈ നിമിഷങ്ങളിൽ നന്ദിയോടെ തിരുസന്നദ്ധയിലായിരിക്കാം. സ്നേഹത്തോടെ ആ നല്ല അമ്മയെ നമുക്ക് നോക്കാം. ഹൃദയങ്ങളിൽ ഉയരുന്ന സ്നേഹത്തിൻ്റെ, നന്ദിയുടെ പ്രകരണങ്ങളെ മൗനമായി നമുക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കാം. ഹൃദയം പ്രചോദിപ്പിക്കുന്നത് പോലെ, സ്നേഹത്തിന്റെ തീവ്രത നിർബന്ധിക്കുന്നത് പോലെ ആ അമ്മയുടെ മാറോട് ചേർന്ന് ആ സ്നേഹത്തിന്റെ ചൂട് നമുക്ക് അനുഭവിക്കാം. ഇത്രമേൽ കരുണ സ്വീകരിക്കാൻ എടുത്തു പറയത്തക്ക ഒരർഹതയും യോഗ്യതയും ഇല്ലാതിരിക്കെ അവിടുന്ന് കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കുമ്പോൾ ഈ കരുണ മറ്റുള്ളവരിലേക്ക് നൽകാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളുമായുള്ള ഇടപെടലുകളിൽ ഈ ദൈവീക കരുണ നാം എപ്രകാരം ജീവിക്കുന്നുവെന്ന് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം. 10 നാണയങ്ങളിൽ 1 നഷ്ടമായാൽ അത് തിരിച്ചറിയണമെങ്കിൽ നിതാന്തമായ ജാഗ്രത വേണം. സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞ ഹൃദയത്തിലെ ജാഗ്രത വാഴൂ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്താം. സ്വാർത്ഥതയില്ലാത്ത പരിശുദ്ധമായ സ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ ബന്ധങ്ങളിൽ, ഇടപെടലുകളിൽ തികഞ്ഞ ആത്മാർത്ഥത എനിക്കുണ്ടോ? എൻ്റെ പ്രേക്ഷിത മേഖലകളിൽ, ദൗത്യ വഴികളിൽ ഇടറി വീഴാതെ മുന്നോട്ട് നീങ്ങാൻ ദൈവവചനമാകുന്ന വിളക്ക് എൻ്റെ കൈകളിലുണ്ടോ? മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും അമൂല്യമായ ദൈവിക നന്മകളെ കണ്ടെത്തുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിലുണ്ടോ? തികച്ചും വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിയുമ്പോൾ എന്നിലുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ സമ്പത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അത് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിഞ്ഞാൽ ഏത് വിധേനയും തിരികെ നേടുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ദൈവവചനമാകുന്ന വിളക്കെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടുപിടിച്ച് ജാഗ്രതയോടെ മുന്നോട്ടു പോകുവാൻ എനിക്ക് മനസ്സുണ്ടോ? തിരുവചനം നൽകുന്ന വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം.
നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രകരണങ്ങൾ ഒരുപക്ഷെ നന്ദിയുടേതാകാം, സ്നേഹത്തിൻ്റെതാകാം, അനുതാപത്തിൻ്റെതാകാം. നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കാം. ഏറ്റവും സ്നേഹത്തോടെ അവിടുത്തെ നിമന്ത്രണങ്ങൾക്കായി കാതോർത്ത് നമുക്ക് ചാരയിരിക്കാം. നല്ല ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചോദനങ്ങളും ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ഈ ലോകം മുഴുവനും, പ്രത്യേകിച്ച് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണോ ഈ നിമിഷങ്ങളിൽ ആത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുന്നത്, അവരൊക്കെയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ധ്യാന മണിക്കൂറിൽ എത്രയെത്ര നല്ല പ്രചോദനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണർത്തിയത്. ഇവയുടെ വെളിച്ചത്തിൽ കൂടുതൽ കൃപയോടെ ജീവിക്കുവാൻ തക്കവിധം ഒരു തീരുമാനം നമുക്കെടുക്കാം. ഈ തീരുമാനത്തെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാന മണിക്കൂറിലുടനീളം തൻ്റെ സാമീപ്യവും സാന്നിധ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ സമർപ്പണത്തെ സ്വീകരിക്കുകയും ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് നൽകുകയും തിരുവചനത്തിന്റെ വെളിച്ചം വീശി ജീവിതത്തെ കൂടുതൽ കൃപാപൂർണമാക്കുകയും ചെയ്ത നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യേശു